ആ കൊച്ചിന്റെ തലയിലെടുത്ത് നിങ്ങളുടെ ആ സാമിയില്ലേ മൂപ്പരെന്തോ അണ്ടർന്ന് ചോദിക്കുന്നുണ്ടല്ലോ, അതെന്താ? അത് അണ്ടർ ഗാർമെന്റ്സ് എന്നാ പറഞ്ഞു. അണ്ടർ ഗാർമെന്റ്സ് അതെന്ത് തേങ്ങ? തേങ്ങയും മാങ്ങയൊന്നുമല്ല, അടിവസ്ത്രങ്ങൾ. ആ പെങ്കൊച്ചിന്തിനാ വന്നേ? അതിന്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ വേണ്ടി വന്നു. ഈ അണ്ടർ മാത്രം ഇട്ടോണ്ട് ക്യാമറയ്ക്ക് മുമ്പിൽ ആ പെങ്കൊച്ച് അഭിനയിക്കൂ? ആ പരസ്യം പിന്നെ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കാണാൻ പറ്റുമോ? അത് പിന്നെ ആ പരസ്യം വരുമ്പോ നമുക്ക് എല്ലാവർക്കും കാണാമല്ലോ. അതല്ല, നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോന്ന്. നിർബന്ധമാണോ? നിർബന്ധമാണോ? സീരിയസ്? ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. കാലങ്ങളായി സൗദി കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് വേണ്ടപ്പെട്ടവര് പറയും നാട്ടിൽ പോയി എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ. അങ്ങനെയാണ് ഞാൻ ഈ പങ്കട ബിസിനസ് തുടങ്ങിയത്. ഇപ്പൊ ആലോചിക്കുന്നു, ഇതേപോലെ വല്ല അണ്ടർ ബിസിനസ് തുടങ്ങിയാലോന്ന്. അതാവുമ്പോ മാസം ഓരോ പരസ്യം പിടിക്കാമല്ലോ. എന്താ മുതലാളി, രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന? എന്താ വിളിച്ചത്? മുതലാളിന്ന്. എന്റെ കമ്പിലുള്ള ആൾക്കാർ പോലും എന്നെ ഇങ്ങനെ മുതലാളി വിളിച്ചിട്ടില്ല. സ്വാമി അതുകൊട്ടെ കാര്യം പറ. ഓ, ഒന്നും പറയേണ്ടതാ. കാര്യം കഴിഞ്ഞപ്പോ ഇവിടെ എല്ലാരും പുണ്യാളന്മാരായി. അതെന്താ വില്യംസ്? ലിസേന ഒപ്പിച്ചു കൊടുക്കുന്ന പേരാണ്. വിശ്വസിക്കാമോ? 101% പോയിട്ട് പാടോ മുതലാളി. വില്യംസ്, നീ ഒന്ന് വർക്ക് ബാക്കപ്പായി. നീ ഒന്നുകൂടെ ദക്ഷിണ വെക്കേണ്ടി വരും. എന്തിന്? ഈ പണിയെ നീ വിചാരിച്ചത്ര എളുപ്പമല്ല. ഏത് പണി? അറേഞ്ച്മെന്റ്സ്. എടോ മുതലാളി, ഉള്ളിലുള്ള വീക്ക്നസ് തുറന്നു പറഞ്ഞപ്പോ ഉള്ള ബഹുമാനവും പോയി. ഒരു വേദനിക്കുന്ന ഗൾഫുകാരന്റെ മനസ്സ് ഇവിടെ ആരും മനസ്സിലാക്കുന്നില്ല. വരട്ടടി, അമ്മാമ്മ ഒന്ന് കാണട്ടെ. ആ, നിങ്ങൾക്ക് ഫ്രീ ആയ സ്ഥിതിക്ക് നമുക്കിന്നൊരു നാടൻ കോഴിയെ വാങ്ങിക്കാം. വറുത്തരച്ച് കറി വെച്ച് പുട്ടും കുത്താം. ലോലേ, ഈ കിളവിച്ച കുഴിയിൽ ഒരു പുട്ടുകുറ്റി കൂടെ വെച്ചു കൊടുക്കണം. മോളിൽ ചെന്നിരുന്ന് കുത്തട്ടെ. ഈ കാർത്തിക പറഞ്ഞ പാവം പേയിങ് ഗസ്റ്റ് എവിടെയാ? വന്നിട്ടുണ്ട് അമ്മമ്മ. ഇപ്പൊ അമ്മമ്മ, ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി. പേയിങ് ഗസ്റ്റ് അല്ലേ? പിന്നെയും പേയിങ് ഗസ്റ്റോ? എന്താ മോളുടെ പേര്? ഡയാന. ഡയാന. നല്ല പേരാ, പക്ഷേ കുഴപ്പം പിടിച്ച പേരുമാണ്. പേടിക്കണ്ട, എന്തിനിറങ്ങണേന് മുമ്പും ഈ അമ്മാമ്മയുടെ ഉപദേശം തേടിയാ മതി. മനസ്സിലായോ? ശരി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം മുതൽ സിനിമയിൽ ഉണ്ടായിരുന്ന ആളാണ് നായരമ്പലം വസന്ത. ആരാണെന്ന് അറിയോ? അറിയാം. ഈ ഞാൻ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ള ആളെ കാണാൻ വരുമ്പോ പുതിയ ചുവടുവെപ്പുകാർ ചില കാണിക്കൊക്കെ കൊണ്ടുവരണ്ടേ? ഇതൊന്നും ആരും പറഞ്ഞു തന്നില്ലേ? ഓ, സമാധാനപ്പെടാം അമ്മാമേ, സന്ധ്യ ആവട്ടെ. ഇന്നത് പറ്റില്ല. വറുത്തരച്ചു വെച്ച നാടൻ കോഴിയും പുട്ടുമാണ് ഇന്ന് ഉച്ചക്ക്. അമ്മാമ്മയ്ക്ക് ദഹിക്കണ്ടടി. ഡയാനെ, വാ, വീടൊക്കെ കാണാം. ഡീ വാ. നല്ല ഷേപ്പ് അല്ലടിയിലോലെ. ആ, എന്താ അത്രയ്ക്ക്? പുട്ട് പോലെ ഇരിക്കണം. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെ, ആ പ്രായത്തിലെ എന്റെ ഷേപ്പ് ഒന്ന് കാണാനായിരുന്നു. അതെ, അധികം ചിരിക്കണ്ട. പുട്ടേ മണ്ടേ കേറും. തൊടാൻ എന്തെങ്കിലും തടി? പുട്ടെടുക്കട്ടെ മാഡം? പുട്ട് നിന്റെ തൊടാൻ എന്തെങ്കിലും ചോദിക്കുമ്പോഴാ പുട്ട്. നീ നേരത്തെ വേറെന്തോ പറയാൻ പോയില്ലോ. മാഡം, ഇത്തിരി ഒഴിക്കും മാഡം. മകളെ, നീ വീട്ടിൽ പോയി കണവനെയും കൊണ്ടുവരൂ. അപ്പോൾ ഞാൻ കോരി വിളമ്പാം ജീവന്റെ ജലം. നിന്നെ രാവിലെ ബൈക്കിന്റെ മുകളിൽ കയറ്റി കൊണ്ടുവന്നതാരാ? അതാ എന്റെ കണവൻ. ആ, എന്നോട് കള്ളം പറയല്ലേ ലോലെ. നിനക്ക് സ്വന്തമായിട്ട് കെട്ടിയാനുണ്ടോ ലോലെ? ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇവിടെ വന്ന് ഞാൻ പുട്ടുകുത്തുമായിരുന്നു. കുട്ടികളെ,
നീയും ഇരിക്കല്ലോ അല്ലേ? ഞാനിവിടെ നിന്നോളാം മാഡം. ഇന്നത്തെ പാഠം ശ്രദ്ധിച്ച് കേക്കണം. ഈ ആണുങ്ങൾ പൊതുവെ പാവങ്ങളാ, പക്ഷെ അവരത് സമ്മതിക്കില്ല. ഭയങ്കര സംഭവങ്ങളാണെന്ന് കരുതി അങ്ങോട്ട് നടക്കും. കൈ കിട്ടിക്കഴിഞ്ഞാ പിന്നെ നമ്മൾ പഴഞ്ചരക്കായി. കാണിച്ചു കൊതിപ്പിക്കാനേ പാടുള്ളൂ. ഇപ്പൊ കിട്ടും പറഞ്ഞു മരണം വരെ അവര് പിന്നാലെ നടന്നോളും. കേട്ടല്ലോ പാഠമൊന്നിന്റെ ചുരുക്കം. കൊണ്ട് കൊടുത്ത് കളയരുത്, കൊതിപ്പിക്കാനേ പാടുള്ളൂ. ആ, ഇനി പോയി കിടന്നോളൂ. ലോലെ, പുട്ടെടുത്ത് വെക്കേ. കോഴി 2 കഷ്ണം എടുത്ത് പൊരിക്കേ. ഒരു ജഗ് തണുത്ത വെള്ളം ഇങ്ങത്താ. മാതാവേ, മുസ്തഫക്ക, എന്റെ പുണ്യാളന്മാരെ, ഇത് ആരായി വന്നിരിക്കുന്നത്? എത്ര നാളെ എന്റെ ജനാബൊന്ന് കണ്ടിട്ട്. ഞാനൊരു നടകൂടി ഒന്ന് പോയി. എവിടെ? അങ്ങ് സൗദിയില് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ഒക്കെ അവസാനിപ്പിച്ചേ എന്നെ നേക്കുമായിട്ട് ഇങ്ങോട്ട് മടങ്ങി പോന്നു. അതേതായാലും നന്നായി. അല്ല, അച്ചായൻ സാറും ഗുരുജിയൊക്കെ എവിടെ? പഴയ പോലൊക്കെ തന്നെ. എവിടെ? എല്ലാം പഴയതുപോലെ തന്നെ. പങ്കയൊക്കെ എങ്ങനെയൊക്കെ? കച്ചവടം നടക്കുന്നുണ്ടോ? രാപകല് പവർ കട്ട്. കറണ്ട് ബില്ല് അടയ്ക്കണമെങ്കിൽ ആധാരം പണയം വെച്ച് ലോൺ എടുക്കേണ്ട അവസ്ഥയാ ആൾക്കാർക്ക്. ഉള്ള ഫാനെ അവരിടുന്നില്ല, പിന്നല്ലേ പുതിയത്. അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ പ്രൊഡക്ഷൻ അങ്ങ് നിർത്തി. ഉള്ളത് എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റ് വരയ്ക്കണം എന്ന് കരുതി മുസ്തഫ തോൽക്കും എന്ന് വിചാരിക്കണ്ട. പെണ്ണുങ്ങളുടെ പ്രായമില്ല. എത്ര പവർ കട്ട് വന്നാലും പെണ്ണുങ്ങൾക്ക് ഇത് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലല്ലോ. ഇല്ലില്ല. ഇനി ഞാൻ വന്ന കാര്യം പറയാം. എനിക്ക് ഇതിന്റെ ഒരു പരസ്യം പിടിക്കണം. അന്ന് ഞാനൊരു തമാശക്ക് പറഞ്ഞ ഇക്ക സാക്ഷാത്കരിച്ചു. അതെ, കരിച്ചു. ഇതിന് പേരൊക്കെ ഇടണ്ടേ? പേരൊക്കെ ഞാൻ ഇട്ടു. ഒരു 3-4 അക്ഷരമുള്ള പേരായിരിക്കണം. പെണ്ണുങ്ങളുടെ വായിലൊക്കെ നിൽക്കണ്ടേ? പറഞ്ഞേക്ക, എന്താ പേര്? 3-4 അക്ഷരങ്ങളല്ല, 15 അക്ഷരങ്ങൾ. 15 അക്ഷരങ്ങളോ? അതെന്ത് പേരാണ്? യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അണ്ടർ ഗാർമെന്റ്സ്. ഒരു പെണ്ണ് തന്റെ പുരുഷനോട് എന്റെ ഈ പ്രോഡക്റ്റ് കാണിച്ചിട്ട് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നൊരു വാചകം പറഞ്ഞാൽ അതിനപ്പുറത്ത് വേറൊരു ക്യാപ്ഷൻ ഉണ്ടോ വില്യം സാറേ? എങ്ങനെ? സത്യം. ഇതിലപ്പുറം എന്ത് ഫെയ്ത്ത്ഫുള്ളി? ഈ വല്ലാത്ത ഒരു പുള്ളി തന്നെ കേട്ടോ. നല്ല ഉഗ്രം. പക്ഷെ ഒരു കാര്യം, ആ ഇബിലിസ് തന്നെ അഭിനയിക്കണം. ആര്? എന്റെ പങ്കയുടെ പരസ്യത്തിൽ വന്നിട്ട് എന്നെ കുതിപ്പിച്ച് കടന്നില്ലേ ആ ബലാല്, അവളുടെ മാതാവ് പോലെ അവൾ തന്നെ അഭിനയിക്കണം. എന്താ നിങ്ങൾക്ക് വയ്യെങ്കിൽ പറ, ഞാൻ വല്ല ന്യൂ ജനറേഷൻ പിള്ളേർ ചേർത്തോളാം. ന്യൂ ജനറേഷൻ അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പങ്ങളെമ്പാടും എന്നൊരു പാട്ട് കാച്ചു. ആ പാട്ടും ഈ പരസ്യവും തമ്മിൽ എന്ത് ബന്ധം? ഉണ്ട്, ഒരുപാടുണ്ട്. എടാവേ, ഇതൊന്നും അവന്മാര് കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന അപ്പങ്ങളല്ലോ. ഇതൊക്കെ ഞങ്ങളുടെ പഴയ അമ്മായിമാരുടെ പഴയ അപ്പപ്പാട്ടുകളാ. ഒരുപാടുണ്ട്. ആയിക്കോട്ടെ, എല്ലാം ഇക്കാടെ. അത് അപ്പൊ എപ്പോ തുടങ്ങാം? എപ്പോ തുടങ്ങാം? എനിക്കൊരൊറ്റ ദിവസത്തെ സമയം തന്നാ ഞാൻ എല്ലാം ഏർപ്പാടായിക്കോളാം. ഓക്കെ, ഒരു ദിവസം, ഒരൊറ്റ ദിവസം. പിന്നെ താൻ മുമ്പ് കണ്ട മുസ്തഫയല്ല ഈ മുസ്തഫ. അതെനിക്ക് മനസ്സിലായി കേട്ടോ വില്യം സാറേ. അപ്പോൾ പേര് മറക്കണ്ട, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ബ്രാകളും ജെറ്റികളും. പ്രൊപ്പറേറ്റർ ഉസ്താദ് മുസ്തഫ ഖാൻ. എന്റെ സ്വാമിയണ്ണ ഒന്നങ്ങോട്ട് ചെല്ല്. നീ സുസ്മിതാസനോ രംഭയോ തിലോത്തമയോ ആരുടെ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാൻ വന്ന് പരിഹരിച്ചു തരാം. പക്ഷെ ഈ 2 എണ്ണത്തിന്റെ ഇടയ്ക്കിലേക്ക് ഞാൻ വരികയല്ല. ചേച്ചി വന്നപ്പോ അനിയത്തി പെൺകടുവെ പോലെ നിപ്പങ്ങ് നിന്നു. അതെ വില്യം സാർ, ഏതാ പെണ്ണ? പൈസ മുടക്കുന്ന എന്റെ മൂത്തൊക്കെ അവള് പറയാ ഇറങ്ങിപ്പോവാൻ. ആരാ അവള്? അതാണ് ഡയാന, നമ്മുടെ ലിസയുടെ ചേച്ചി. നല്ല ഉഗ്രം പീസ്. അനിയത്തേക്കാ കൊള്ളാൻ ചേട്ടത്തി. കിട്ടുവോ? എന്തായിരുന്നു? അല്ല, അഭിനയിക്കാൻ നല്ല ചേലായിരിക്കും. ഒരാൾ മുകളിലുള്ളതും ഒരാൾ താഴെയുള്ളവരത്തെ കായറക്കൊന്നും എനിക്കറിയാം. പ്രൊഡ്യൂസറല്ലേ? അതൊന്നും വേണ്ട എന്റെ ഒക്കെ. നമ്മള് പ്ലാൻ ചെയ്ത പോലെ എടുത്താ മതി. മതി. അല്ല വില്യം സാറേ, ഗുജി സാറല്ലേ ഇത് പിടിക്കുന്നത്? സാറിന്റെ അസോസിയേറ്റാ ബാല. ആള് നല്ല പിടിക്കുക. കാണാനൊക്കെ കൊള്ളാം. അതുപോലെ ഒന്ന് പിടിച്ചാ മതിയായിരുന്നു. അതെ, അവരെന്നോട് അങ്ങ് പിടിച്ചോളും. എന്റെ ദൈവമേ. അതെ വില്യം സാറേ. അയ്യോ, എന്നെ ഞാൻ കേൾക്കുന്നേ. ഇത്രയും വലിയ കോടീശ്വരനായ അങ്ങ് കേറിയിട്ട് എന്നാ വിളിച്ചേ? സാറേന്നാ. ആ ചാമര എന്നെ എടാ വില്യമേന്നാ വിളിക്കുന്നേ. അങ്ങനെ എന്തെങ്കിലും വിളിച്ചാ മതി കേട്ടോ. എടാ വില്യമേ,
അയ്യോ ഞാനൊരു ശീലന് കയറി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഉടനെ കയറി അങ്ങോട്ട് പോവാ. ശരി എടാ വില്യം സാറേ, ഇനി എങ്ങനെ കാര്യങ്ങൾ? ഇപ്പൊ പാക്കപ്പല്ലേ, ഇനി സ്റ്റുഡിയോയുടെ അകത്തുള്ള വർക്കുകളൊക്കെ ഉള്ളു. അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ. ഞാൻ ചോദിച്ചത് മറ്റേ കാര്യങ്ങൾ. ആ മിക്സിങ്, ഗ്രാഫിക്സിന്റെ കാര്യമല്ലേ ഉദ്ദേശിച്ചത്? ഞാനൊരു പോങ്ങനാ നിരീക്കല്ലേ. എന്റെ ഫാനിന്റെ പരിസരത്തിൽ വിളിച്ച ആ പെണ്ണുണ്ടല്ലോ, എന്താ ബലാലിന്റെ പേര്? ലിസ. മുഴുവൻ പേര് എലിസബത്ത്. ആ, എന്ത് ചെയ്താനോ അതിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? എന്ത് കാര്യങ്ങള്? ദാ, ആര്? എടാ വർക്ക് പിടിക്കാൻ നേരത്തെ നിന്റെ അച്ചായൻ സാറ് ഒളിഞ്ഞും തെളിഞ്ഞും പല ഓഫറുകളും എനിക്ക് തന്നിരുന്നു, കൂടെ നീയും. ആര്? ലിസയാ? എന്റെ പൊന്നിക്ക, കൊടി കെട്ടിയ ഒരുപാട് അവന്മാര് വിചാരിച്ചതാ നടക്കൂല. അവളെ തള്ളയുണ്ടല്ലോ ഒരു മറുതയാ. അവര് തിളച്ചങ്ങ് ചൂടായി വന്നാലുണ്ടല്ലോ ഈ കട കമ്പനിയിലെ സകല ഫാനും കൊണ്ടുപോയിട്ട് കറക്കാലും തണക്കൂല. ഇത് നടക്കൂല. അല്ല എടാ, അതെ എല്ലാ മോഡൽസും അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് കേട്ടാ ഞാൻ ഈ പണ്ടാരം പിടിക്കാൻ ഇറങ്ങിയത്. എന്നിട്ട് ഇപ്പൊ കയ്യിലിരുന്ന് കായ് പോയത് മിച്ചം. എന്റെ പൊന്നിക്ക, ആ ലിസ പറ്റൂലെന്നല്ലേ പറഞ്ഞോളൂ. വേറെ ഒരുപാടുണ്ടല്ലോ. പിന്നല്ലാണ്ട് നല്ല പെടക്കട ഐറ്റംസ് ഇല്ലേ? അപ്പൊ ഈ കേക്കണലൊക്കെ സത്യം ഉണ്ടല്ലേ? സത്യാണോന്നോ? നഗ്ന സത്യം. അതാണ് എനിക്ക് വേണ്ടത്. നഗ്ന സത്യ. ഒട്ടുമുക്കാലും ഫോർ സെയിലാ. ഓറ് ഫോർ സെയിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആദായ വിൽപ്പന. രണ്ടാതായ വിൽപ്പന. ഹായ്, ഇയാളെന്താ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? 4 വർഷം സൗദിയിലായിരുന്നേ.